ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു മോർണിംഗ് വ്ളോഗാണ്. മോർണിംഗ് നമ്മുടെ ഒരു ഡെയിലി റുട്ടീനാണ്. ആ ഒരു ദിവസം ഒരു നല്ലൊരു സ്നോഫാൾ കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്നോഫാളിൽ എവലിനെ കിൻഡർ ഗാർഡനിലേക്ക് കൊണ്ടുപോകാനായിട്ട് നടന്നു പോകുന്ന വഴിയിലാണ് നമുക്ക് ഈ കാണുന്ന ഈ കാഴ്ചകൾ. സോ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക്. Grab my coat and Avalon, hand in hand we go down cobblestone pathways where gentle breezes blow. A list tucked in my pocket. ഈ സ്നോഫാളൊക്കെ നമുക്ക് എത്ര മതി വരാത്ത കാഴ്ചകളാണല്ലേ. നമ്മുടെ വീടുകളിലും അതുപോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലും പലപ്പോഴായിട്ട് വീഴുന്ന ഈ സ്നോഫാള് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇതുപോലെ വിൻ്റർ ഡ്രസ്സ് എല്ലാം ഇട്ട് അങ്ങനെ ഈ ഒരു ഗ്രാമത്തിലേക്ക് ഞങ്ങളങ്ങനെ ഇറങ്ങും. ഞങ്ങളുടെ ഗ്രാമത്തിലെ മെയിനായിട്ടുള്ളൊരു ഫ്ലാറ്റ്സാണ് ഈ കാണുന്നൊരു സ്ക്വയർ. അപ്പോൾ നമ്മുടെ ജംഗ്ഷൻ ചന്ത എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ജംഗ്ഷനാണിത്. ഇവിടെയാണ് കൂടുതലും പരിപാടികളും ആളുകളുടെ കൂടുതലും കടകളും അതുപോലെ തന്നെ ആളുകൾ കൂടുതൽ വന്നിരിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരു മെയിൻ സ്ക്വയർ. അങ്ങനെ അവളുടെ കീറ്റയിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ അങ്ങനെ കഴിഞ്ഞ് ചിഞ്ചു വന്നു. ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനാണ് പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്ന ഷോപ്പിങ്ങിൽ ലിഡിലും അതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റൊക്കെയാണ് നമ്മൾ കയറുന്നതും. കുറേ പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജിൽസയും ലോയിഡും. അങ്ങനെ കൂടെ ലിയോണയും ഉണ്ട്. സോ അവരെ വരുന്നതും അനുബന്ധിച്ച് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് സലാമി അതുപോലെയുള്ള റുസ്റ്റ് മീറ്റ് പ്രൊഡക്ട്സ് ഒക്കെയാണ് നമുക്ക് അവിടെ കൂടുതലായിട്ട് കാണുന്നത്. എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വെറൈറ്റി തോന്നും. കാരണം ഇത് കണ്ടുപരിചയമില്ലാത്തവർക്ക് കണ്ടില്ലേ, പച്ചിറച്ചി പോലെയുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇത് പോർക്കിൻ്റെ ഒരു ബേക്കണാണ്. നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പെർഫെക്റ്റ് ഐറ്റം ആണ്. അതുപോലെ നമുക്ക് മൈക്രോവേവിലും ഇത് ചെയ്യാം കേട്ടോ. മൈക്രോവേവിൽ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇത് ചെയ്തിട്ട്. ഇത് ഗ്രില്ല് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോർക്കിറച്ചിയാണ് ഏറ്റവും സൂപ്പർ ടേസ്റ്റ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് പോർക്കിൻ്റേതായ എല്ലാ ഭാഗങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. ബൗഹ്, അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗം, തൊടയുടെ ഭാഗം, അതുപോലെ തന്നെ കാല്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മുടെ മസാലയൊക്കെ ചേർത്ത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് ഞങ്ങളങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് എടുത്തിരുന്നു. കൂടെ ചിക്കനും അതുപോലെ റൈസും അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ ലിഡിൽ നിന്നുള്ള നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ബസ് സ്റ്റേഷനിൽ, അതായത് ഒരു ബസ് കയറാനായിട്ട് നിൽക്കുന്ന ഒരു ഫ്ലാറ്റ്സാണ്, അവിടെ വന്ന് നിന്നു. അപ്പോൾ നമ്മുടെ ബസ് വരാറായി. അങ്ങനെ ബസ്സൊക്കെ കയറി വീട്ടിലെത്തിയപ്പോഴാണ് ഇതുപോലെ ഒരു കാർഡ് കിട്ടിയത്. അപ്പോൾ ഇത് DHL ആണ്. അത് DHL നമ്മുടെ വീട്ടിൽ ഇട്ടിരിക്കുന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അത് വാങ്ങാനാണ് ആ ഒരു ലെറ്റർ അവർ അവിടെ നമ്മുടെ വീട്ടിലിട്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നമ്മുടെ ആളില്ലാത്ത സമയമാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ആ ഒരു ലെറ്റർ അവർ ഇട്ടിട്ട് പോകും. ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ്. ഇവിടെ ജർമ്മനിയിൽ നമുക്ക് DHL ആണ് കൊറിയർ. നമുക്ക് DHL കൊറിയർ എന്നാണ് നമ്മൾ കേട്ടുപരിച്ചുള്ളത്. അപ്പോൾ DHL ആണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു മെഷീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സിഗരറ്റ് കിട്ടുന്ന ഒരു ATM മെഷീനാണ്. സിഗരറ്റ് ബോക്സുകളായിട്ടാണ് നമുക്ക് കിട്ടുക. വിവിധ തരം ബ്രാൻഡുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അത് നമുക്ക് കോയിൻസോ അല്ലെങ്കിൽ നോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് വലിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, ഞാനിത് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അലേർട്ടൊക്കെ നമ്മളവിടെ കാണാം. അപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് സിഗരറ്റ്സ് കിട്ടും. അങ്ങനെ ആ സിഗരറ്റ്സ് കിട്ടി വലിച്ചിട്ട് പോകുമ്പോൾ ആ കുറ്റികൾ കളയാനുള്ള ബോക്സാണ് ഇവിടെ അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ റൗഹൻ നമുക്ക് ഒരിക്കലും സ്മോക്കിങ്ങിന് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ സ്മോക്കിങ് ആരും ചെയ്യരുത്. നമുക്ക് ഈ ഒരു ഫെസിലിറ്റീസ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ലെറ്റർ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ലെറ്റർ ബോക്സ് ചെക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് കയറുമ്പോൾ ഈ കാണുന്നത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നും. കാരണം ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെയധികം കർക്കശമായിട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജർമ്മനി.
നമ്മൾ പേപ്പർ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, പിന്നെ ഫുഡ് പ്രൊഡക്ട്സ്, പിന്നീട് വരുന്നതാണ് റെസ്റ്റ് മുള്ള്. അതായത് മറ്റുള്ള ഫുഡ് പ്രൊഡക്ട്സോ പേപ്പറോ പ്ലാസ്റ്റിക്കോ അല്ലാത്ത മാലിന്യങ്ങളാണ് റെസ്റ്റ് മുള്ളിലേക്ക് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഇതെല്ലാത്തിനും വേണ്ടി സെപ്പറേറ്റ് ബോക്സ് നമുക്കിവിടെ ഓരോ വീടുകളിലും നമ്മൾ വെക്കണം. ആ ഒരു ബോക്സിലേക്കാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ ഈ ബോക്സ് ഉള്ള മാലിന്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ഓരോ മന്തിലും ഇന്ന ഡേറ്റുകളിലാണ് ഇവിടേക്ക് നമ്മുടെ വില്ലേജിലേക്ക് വരുന്ന ആ ഒരു വാഹനങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു മാലിന്യങ്ങൾ അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ഇത് നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തൊരു ഭാഗമാണ്. അപ്പോൾ തൊട്ട് അപ്പുറത്തുള്ള നാഹ്ബാറും അവരും ഉപയോഗിക്കുന്ന ഒരു കോർട്ട്യാർഡാണ്. ഇവിടെ ഉള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫുള്ള് സ്നോ വീണ് കിടക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എവിലിനെ കീറ്റയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവരാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ അടുത്ത് ഉള്ളൊരു റെയിൽവേ ട്രാക്കിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ ഒരു ലോക്കോ, അവിടെ ഒരു ട്രെയിനിൻ്റെ ഒരു വലിയൊരു എൻജിൻ അവിടെ നിർത്തിയിട്ടിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടുള്ളൊരു ആകാംക്ഷ, അത് കാണാനായിട്ട് പോയ കാഴ്ചകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇത് നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഒരുപാട് സമയം നിർത്തിയിട്ടത് കണ്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് തോന്നിയത്. ലോങ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ്. അപ്പോൾ അതിൽ വലിയ നീളത്തിലുള്ള മരത്തിൻ്റെ ഉരുപ്പടികളാണ് കൊണ്ടുപോകുന്നത്. ഇത് എവിടെയെങ്കിലും ഒരു രീതിയിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടായിരിക്കാം ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിലർ കടന്നു പോകാനായിട്ട് നമ്മുടെ വീടിൻ്റെ മുൻപിലുള്ള ആ ഒരു ചെറിയ വഴിയിലൂടെയാണ് പോകുന്നത്. അതുമായിട്ട് വന്നപ്പോൾ ഒരു വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. അപ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. പിന്നീട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ജിൽസയും ലോയിഡും അതുപോലെ ലിയോണയും വന്നിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്ത വിശേഷങ്ങളുമായിട്ട് കാണാം. സോ ടിൽ ദെൻ, ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. Thank you for watching. Tschüss. Aber nicht von hier. Ich steh mit meinem Bruder im Garten. Wir sind 12 und sehr verängstigt. Haben mit der Grundschule einen zum Erbrechen schlechten Film ausgesucht.